ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ അനിമി സീരീസ് ആണ്. അനിമിയുടെ പേര് ബ്ലൂ ബോക്സ്. ഇത് നിങ്ങൾ കുറെ പേര് എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു അനിമയാണ്. വേറെ അനിമീസും എനിക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അനിമികളും സൂപ്പർ ആണ്. നമുക്ക് വഴിയെ ഓരോന്നോരോന്നായിട്ട് കാണാട്ടോ. ബ്ലൂ ബോക്സ് അനിമി ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഒരു അനിമയാണ്. ഇത് നല്ലൊരു ലവ് റൊമാൻറ്റിക് അനിമയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ അനിമി ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. അങ്ങനെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിൽ തന്നെ നമ്മുടെ ഹീറോ പുലർച്ചെ തന്നെ ഓടിക്കൊണ്ടിരിക്കുവാണ്. അവൻ ദിവസവും രാവിലെ ഇങ്ങനെ ഓടി പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ അങ്ങനെ ഓടിയെത്തുന്നത് സ്പോർട്സ് ജിമ്മിലാണ്. അവൻ ഈ ഓടിയെത്തി കാണാൻ വരുന്ന ആള് അവൻ ആ കതവ് തുറക്കുമ്പോഴത്തേനും ഒരു വലിയ ബോൾ വന്ന് അവന്റെ മുഖത്തിടിക്കുവാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഓടി വരുവാണ്. ക്ഷമിക്കണം, ഞാൻ എന്റെ എൽബോ പാസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് പതുക്കെ അവൾ അവിടെ ഇരുന്നിട്ട് ആ മുറിവിൽ തൊട്ടു നോക്കുവാണ്. അയ്യോ, ഇവിടെ ചുമന്നിട്ടുണ്ടല്ലോ, നിനക്ക് എന്തായാലും വേദനിക്കുണ്ടാവും. അപ്പൊ നമ്മുടെ ഹീറോ ഇല്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുവാണ്. അങ്ങനെ അവൾ ഒരു ചോക്ലേറ്റ് എടുത്ത് അവന്റെ അടുത്ത് കൊടുത്തിട്ട് പകരം എന്നോട് ക്ഷമിക്കണേന്ന് ചോദിക്കുവാണ്. അപ്പത്തേനും അവന് ഒരുമാതിരിയാവും. അവൻ എഴുന്നേറ്റ് ഞാൻ എപ്പോഴേ ക്ഷമിച്ചിരിക്കുന്നു. നമ്മുടെ ഹീറോയുടെ പേര് ടൈക്കി ഇനോമാറ്റ. അവൻ ഇമി എന്ന് പറഞ്ഞ പ്രൈവറ്റ് സ്കൂളില് ജൂനിയറിന് സീനിയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ സ്കൂള് സ്പോർട്സ് പ്രോഗ്രാമിന്റെ പവർ ഹൗസ് ആയിരിക്കും. അവനിപ്പോ ഹൈസ്കൂൾ ബാഡ്മിന്റൺ ക്ലബില് ജോയിൻ ചെയ്ത് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. ആ സ്ഥലം എല്ലാവർക്കും എല്ലാ സ്പോർട്സും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും. അങ്ങനെയായിരിക്കും അവൻ അവളെ കാണുന്നത്. അവളുടെ പേര് ചിനാറ്റ്സു എന്നാണ്. അങ്ങനെ ആ ജിം തുറക്കുമ്പോഴത്തേനും അവൾ അവിടെ നേരത്തെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അവളുടെ ആ ഡിറ്റർമിനേഷൻ കണ്ടിട്ടായിരിക്കും ടൈക്കിക്ക് അവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെ കുറച്ച് സമയത്തിന്റെ ഉള്ളില് ആ സ്പോർട്സ് ജിമ്മിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടാവും. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എന്നിട്ട് ടൈക്ക് എങ്ങനെയും വേഗം ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേനും അവന്റെ ഫ്രണ്ട് അവിടെ വന്നിട്ട് അതൊരിക്കലും നടക്കാൻ പോണില്ല ബ്രോ എന്ന് പറയുവാണ്. എന്നിട്ട് അവൻ അവിടെ നിന്നിട്ട് നോക്കണം, ഞാൻ രാവിലെ എണീക്കുമ്പോ അവളുടെ ഫേസ് കണ്ട് എണീക്കാൻ പറ്റുക, എനിക്ക് വേണ്ടി രാവിലെ കോഫി ഉണ്ടാക്കി തരിക, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു അവന്റെ അടുത്ത് പറയുവാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട് അവിടെ വന്നിട്ട് ആദ്യം നിനക്ക് അവളുടെ ഒപ്പം ഒരു ഡേറ്റിങ്ങിന് പോലും പോകാൻ പറ്റില്ല. കാരണം അവള് നിന്നെ കഴിഞ്ഞ് മുകളിലുള്ള ലീഗിലാണ്. അവള് ബാസ്കറ്റ്ബോൾ ടീമിലെ ഫ്യൂച്ചർ MVP മാത്രമല്ല, അവള് നമ്മുടെ സ്കൂളിന്റെ ഉള്ളിലും വെളിയിലും പോപ്പുലർ ആണ്. ചിലപ്പോ നീ ബാഡ്മിന്റണിൽ പ്ലേ ചെയ്യുന്ന ഒരാളായിരിക്കാം, പക്ഷെ നീ അത്രയൊന്നും പോപ്പുലറും അല്ല, നീ ബോട്ടം റാങ്ക് പ്ലെയറും കൂടിയാണ് എന്ന് പറഞ്ഞ് അവനെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ലാണ്ട് നിങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിനും ഒരു ചർച്ചയില്ല. ആദ്യം ആകെ ഉള്ളത് രാവിലെ നിങ്ങൾ രണ്ടുപേരും വന്ന് കാണുന്നു എന്ന് മാത്രം. അപ്പൊ ടൈക്കി അവിടെ കിടന്ന് കാറുവാണ്. ഞങ്ങള് തമ്മിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള തിങ്സ് ഉണ്ട്. അതിന് കാരണം എന്റെ അമ്മ ചെറുപ്പത്ത് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് വരുവാണ് അവള് വേറെയാണ്, നിനക്ക് എന്തായാലും കിട്ടാൻ പോണില്ല. എന്നിട്ട് ടൈക്കി നീ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. നീ എന്തായാലും എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജയിക്കാനാവില്ല. അതിന് കാരണം എന്താന്ന് അറിയോ? ടോപ്പ് സ്കൂളുകൾ തമ്മില് ഫണ്ണായിട്ടാണ് പോകുന്നത്. അപ്പൊ അവന്റെ ഫ്രണ്ട് എന്നാ ശരി, നീ ഒരു കാര്യം ചെയ്യ്, സെക്കൻഡ് റൗണ്ടിലോട്ട് പോ, അവളുടെ അടുത്ത് പോയിട്ട് നീ സംസാരിക്ക്, എന്നിട്ട് അവളുടെ നമ്പർ വാങ്ങിക്കേ. അപ്പൊ ടൈക്കി ശരി എന്ന് പറയുമ്പോഴത്തേനും പുറകിൽ ഒരുത്തി വരുവാണ്. നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നേ, നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേന്ന് പറഞ്ഞിട്ട് അവന്റെ മുട്ടിനിട്ട് ഇടി കൊടുക്കുവാണ് അവള്. അവളുടെ പേര് ഹീന ചോനോ എന്നായിരിക്കും. അപ്പൊ അവൻ അവിടെ കിടന്ന് കാറും, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ ഹീന ഞാൻ ചുമ്മാ വന്നതാ നിന്നോട് ഒരു ഹായ് പറയാൻ. എന്നിട്ട് അവൻ നീ ഏതാ, നീ ഗ്രേഡ് സ്കൂളർ ആണോന്ന് ചോദിക്കുവാണ്. അപ്പൊ ഹീന എന്റെ ആഗ്രഹം ഞാൻ ചെറിയ കുട്ടിയായിരിക്കണം എന്നാ, പക്ഷെ ഈ സ്പ്രിങ് വന്നു കഴിഞ്ഞാൽ ഞാനും ഹൈസ്കൂളാണ് നിന്നെ പോലെ. എനിക്കറിയാം, ഞാൻ ഗ്രേഡ് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ 7 സെന്റിമീറ്റർ ഞാൻ വളർന്നു. അപ്പൊ ടൈക്കി അവളോട് പക്ഷെ നിനക്ക് ഒട്ടും പൊക്കമില്ലല്ലോ, നീ ബാഡ്മിന്റന്റെ നെറ്റിന്റെ അത്ര പോലും വരില്ല. അപ്പൊ അവക്ക് ദേഷ്യം വരികയാണ്. അവൾ അവിടെ കിടന്ന് കാറിയിട്ട് അവന്റെ ബാക്കിലിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവന്റെ ഫ്രണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇവര് കാണിക്കണ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരാന്ന് ഇവരുടെ വിചാരം. എന്നിട്ട് ഹീന അവന്റെ അടുത്ത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ടൈക്കി ഇല്ല, നീ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. അല്ല ശരിക്കും എനിക്കൊരു കാര്യമുണ്ട്, ഒരു ആൺകുട്ടി എങ്ങനെയാ ഒരു പെൺകുട്ടീനെ അട്രാക്ട് ചെയ്യുന്നേ? അപ്പൊ അവള് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ട് എന്ത് ലവ് മാറ്ററോ? അപ്പൊ അവക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവള് ഫുൾ സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്താ ഒരു പെൺകുട്ടീന്റെ അടുത്ത് അട്രാക്ട് ആവാന്ന്. അതിന് നീ ക്യൂട്ട് ആയിരിക്കണം, ഇന്റലിജന്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് അതിന് നീ നല്ലൊരു മസിലുള്ള ഒരാളായിരിക്കണം. അത് കേൾക്കുമ്പോഴത്തേനും അവന്റെ കാറ്റ് പോവുകയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ടൈക്ക് നടന്നു വരുവാണ്. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ ഹീനേന്റെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിച്ചത് വളരെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. അവളുടെ ടേസ്റ്റ് എന്തായാലും
വളരെ പെർട്ടിക്കുലർ ആയിട്ടുണ്ട്. അവൻ ആ ജിമ്മിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേനും ഹിനാച്ചു വെളിയിൽ ഇരിപ്പുണ്ടായിരിക്കും. കാരണം ജിം ഡോർ ഇന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. എന്നിട്ട് അവൻ പതുക്കെ അവളെ നോക്കി അങ്ങോട്ട് കയറി വന്ന് ചിലപ്പോ ഇതെന്റെ ചാൻസ് ആയിരിക്കും, എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിയും. അപ്പൊ അവന് എങ്ങനെ അവളോട് സംസാരിച്ചു തുടങ്ങണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴും അതൊന്നും ശരിയാവില്ല. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ കരുതാണ്, മിണ്ടാണ്ട് ഞാനിവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് അവള് തുമ്മുവാണ്. ആ സമയം പെട്ടെന്ന് അവൻ അവളുടെ അടുത്ത് ഓടി വന്നിട്ട് എന്റെ സ്കാർഫ് യൂസ് ചെയ്തോ, ഇതിപ്പോ അലക്കിയതേ ഉള്ളൂ, പിന്നെ എന്റെ അടുത്ത് ചൂട് ചായ ഉണ്ട്, അതെന്തായാലും നിങ്ങൾ ഒരുപാട് വാമാക്കി വെക്കും. അതുമല്ലാണ്ട് എന്റെ അടുത്ത് ഗ്ലൗസും ഉണ്ട്, ഹാൻഡ് വാർമറും ഉണ്ട്. പെട്ടെന്നാണ് അവന് ബുദ്ധി വരുന്നേ. ഞാൻ എന്ത് പൊട്ടത്തരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഞാൻ എന്റെ വേർഡ്സ് ഒക്കെ ഛർദിച്ചു വെക്കുകയാണല്ലോ. എന്നിട്ട് അവൾ അവനെ സൂക്ഷിച്ചു നോക്കുവാണ്. അപ്പൊ ഇവൻ എന്താത് ചോദിക്കുവാണ്. അപ്പൊ അവള് അടുത്ത് നീ എന്താ എനിക്ക് തരാൻ പോണേന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ ഇങ്ങനെ ബാഗിന്റെ ഉള്ളിൽ കൂടെ തപ്പിക്കൊണ്ടിരിക്കുമ്പോ അത് കാണുമ്പോ അവളിങ്ങനെ ചിരിച്ചിട്ട് ഞാനൊരു തമാശ പറഞ്ഞതാണ്, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അവള് ചിരിക്കുന്ന കാണുമ്പോഴത്തേനും ഒരുപാട് സന്തോഷാവുകയാണ്. പെട്ടെന്ന് അവൻ തുമ്മും. അപ്പൊ അവൾ ആ സ്കാർഫ് എടുത്ത് അവന്റെ മേലെ കൂടെ അതിട്ട് നീ എന്നെ കുറിച്ച് വെറീഡ് ആവണ്ട, നീ എന്തായാലും വാമായിട്ട് ഇരിക്കുന്നു പറയുവാണ്. എന്നിട്ട് ആ സ്കാർഫ് അവൾ ഇങ്ങനെ ചുറ്റിക്കെട്ടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് വൈഫ് ഹസ്ബൻഡിന് ടൈ കെട്ടിക്കൊടുക്കുന്ന പോലെ അവന് തോന്നുവാണ്. ഞാൻ കരുതിയത് ചിനാറ്റ്സുന് ലോ ബോഡി ടെമ്പറേച്ചർ ആണെന്നാണ്. അപ്പത്തേനും സെക്യൂരിറ്റി കീ കൊണ്ടുവരുവാണ്. എന്നിട്ട് അവൾ അവന്റെ അടുത്തുനിന്ന് നിനക്ക് ജലദോഷം പിടിക്കാണ്ട് നോക്കണേന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവന്റെ പേര് പറയാണ്, ടൈക്കി ഇനോമാറ്റ. അത് കേൾക്കുമ്പോഴത്തേനും അവൻ ഷോക്ക് ആവുകയാണ്. നിനക്കെങ്ങനെ എന്റെ പേരറിയാം? അപ്പൊ ചിനാറ്റ്സു ശരി നിങ്ങൾക്ക് എങ്ങനെയാന്നാ തോന്നുന്നേ? അപ്പൊ എങ്ങനെയെന്ന് പെട്ടെന്ന് അവനായിരുന്നു ആലോചിക്കുമ്പോഴത്തേനും അവള് പറയുവാണ്, നിനക്ക് നല്ലൊരു അമ്മയുണ്ട്. എന്ത് നല്ല അമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ നോക്കുമ്പോ ആ സ്കാർഫില് അവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവന് ഒരുമാതിരി ആവുകയാണ്, എന്ത് നാണക്കേടാണ്. എന്തായാലും അവൾ എന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവന് അതിങ്ങനെ ആലോചിച്ച് കാറുവാണ്, അയ്യോ നാണക്കേട്. അങ്ങനെ ടൈക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാച്ച് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുവാണ്. എന്നിട്ട് അവൻ പോയി ഇങ്ങനെ വെള്ളം പിടിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, എന്തായാലും നല്ല വിഷയം അവൾക്ക് എന്റെ പേരറിയാലോ. അവള് അവന്റെ പേര് പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയം അവന് ഒരുപാട് സന്തോഷാവുകയാണ് അവളുടെ സ്വരത്തിൽ അവന്റെ പേര് കേൾക്കാൻ സാധിച്ചതില്. എന്നിട്ട് പിന്നെ അവനിങ്ങനെ മനസ്സിൽ എന്തായാലും ഞാൻ സെക്കൻഡ് റൗണ്ട് പാസ്സായി, ഇനി ഞാൻ തേർഡ് റൗണ്ടിലേക്ക് പോവുകയാണ്, അവളുടെ നമ്പർ ചോദിക്കാൻ പോവുകയാണ്. അങ്ങനെ അവൻ വെള്ളം പിടിച്ചിട്ട് പോകുമ്പോഴത്തേനും ചിനാറ്റ്സു വെളിയില് അവളുടെ കോച്ചുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് അവിടേക്ക് ഹീന വരുവാണ്. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്നിട്ട് അവൻ അവളെ മറിച്ചിട്ട് ഞാനൊന്നും നോക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ അവള് എന്നോട് നീ കള്ളം പറയാൻ നിക്കണ്ട, അവനപ്പോ വേറെ വഴി ഉണ്ടാവില്ല, അവള് വളരെ സീരിയസ് ആയിട്ട് ഫേസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുവാണ്. അപ്പൊ ഹീന അവന്റെ അടുത്ത് പറയാണ്, ഞാനൊരു ദിവസം അവള് വേറൊരു ചെറുക്കന്റെ ഒപ്പം നടന്നു പോകുന്ന ഞാൻ കണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ഷോക്കായി തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അവള് ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. എന്നിട്ട് അവൻ തിരിഞ്ഞ് ഒന്നും കൂടെ ചിനാച്ചുനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ രാത്രിയാവും. എല്ലാവരും ഡ്രസ്സിംഗ് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ടൈക്ക് അവന്റെ ടവല് ജിമ്മിൽ വെച്ച് മറന്നുപോയ കാര്യം ഓർക്കുണ്ടാവുക. അപ്പൊ അവന്റെ ഫ്രണ്ട് നീ എന്തേലും മറന്നു വെച്ചോ? അതെ, നീ പൊക്കോന്ന് പറയുമ്പോഴത്തേനും ഞാൻ പോവാണ് എന്ന് പറയാണ്. എന്നിട്ട് അവൻ ജിമ്മിന്റെ ഉള്ളിൽ പോകുമ്പോഴത്തേനും ചിനാച്ചു ആ സമയത്തും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് ചിനാച്ചു അവന്റെ പേര് വിളിക്കുവാണ്, ടൈക്കിന്ന്. അപ്പൊ അവൻ എന്റെ പേര് ഇന്നും അവൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ടൈക്കി നീ ഇന്നും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണോ? ഞാനിന്ന് കളിച്ചപ്പോ എനിക്ക് അത്ര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് ചിനാച്ചു പറയുവാണ്. അപ്പൊ അവൻ ഈ കാരണം കൊണ്ടാണോ നീ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. മേ ബി അത് ശരിയായിരിക്കും, പക്ഷെ എനിക്കിപ്പോ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് അവൻ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, അവൾ എന്തായാലും ബാസ്കറ്റ് ബോൾ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ബാസ്കറ്റ് ബോള് ടൈക്കിന്റെ അടുത്തേക്ക് എറിയുവാണ്. വാ നമുക്ക് 1-on-1 കളിക്കാം. അവർ രണ്ടുപേരും 1-on-1 കളിച്ചോണ്ടിരിക്കുവാണ്. പക്ഷെ ടൈക്ക് അവളുടെ അടുത്ത് പോലും വരുന്നുണ്ടാവില്ല, അവൻ മടുത്ത് അവിടെ ഇരിക്കും. എന്നിട്ട് ചിനാച്ചു അവൻ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ അവൻ സോറി എന്ന് പറയുമ്പോഴത്തേനും അവള് നീ ബാഡ്മിന്റൺ അല്ലേ പ്ലേ ചെയ്യുന്നേ, പക്ഷെ നീ നന്നായിട്ട് തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാന്ന് ചോദിക്കുവാണ്. അത് എന്റെ അമ്മയുടെ ചെറുപ്പത്ത് ബാസ്കറ്റ് ബോൾ ടീമില് പ്ലെയർ ആയിരുന്നു. അപ്പൊ എന്റെ ചെറുപ്പത്ത് ഞാനും അമ്മയും ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ചിനാച്ചു ഓ ശരിക്കും ഞാനും അങ്ങനെ തന്നെയാണ്, എന്റെ അമ്മയും ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്, ഞങ്ങളും വീട്ടില് ഒരുമിച്ചാണ് കളിക്കുക. അത് കേൾക്കുമ്പോഴത്തേനും ടൈക്കിക്ക് സന്തോഷമാവുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നിട്ട് ചിനാച്ചു അവനോട് പിന്നെ നീ എന്താ ബാസ്കറ്റ് ബോൾ കളിക്കാത്തേന്ന് ചോദിക്കുവാണ്. എന്നിട്ട് അവൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആലോചിച്ചിട്ട് ആ ഗെയിം ടീം സ്പോർട്സ് ആണ്, അത് എനിക്ക് സെറ്റ് ആവില്ല, പക്ഷെ എനിക്ക് ബാഡ്മിന്റൺ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എന്റെ മാച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, അഥവാ ഞാൻ തോറ്റാലും ജയിച്ചാലും എന്നെ തന്നെ ബ്ലെയിമും ചെയ്യാം, എനിക്ക് തന്നെ എന്നോട് താങ്ക്സും പറയാം, ആ പ്രഷർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ചിനാച്ചു ചിരിച്ചിട്ട് എനിക്ക് ഇപ്പൊ മനസ്സിലായി, അതുകൊണ്ടാണ് നീ എപ്പോഴും വളരെ ഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നേ. പെട്ടെന്ന് ടൈക്കി അവളെ പറ്റി അവളോട് സംസാരിക്കുവാണ്. ഒരു ദിവസം നീ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നില്ലേ, നീ ജൂനിയർ ഹൈ ക്ലബിലോട്ട് ഗ്രാജുവേറ്റ് ആയ അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നില്ല, പക്ഷെ കുറച്ച് എക്യുപ്മെന്റ്സ് ഇവിടെ കൊണ്ടുവന്ന്
ഒന്ന് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോ നീ ഒറ്റയ്ക്ക് അവിടെ കളിച്ചോണ്ടിരുന്നു. നിന്റെ കണ്ണീന്ന് കണ്ണുനീര് വന്നോണ്ടിരിക്കുമ്പോഴും നീ കളിച്ചോണ്ടാണ് ഇരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങളുടെ ടീം നാഷണൽസിന് ചെറിയ പോയിന്റ് വ്യത്യാസത്തിനാണ് തോറ്റതെന്ന്. അതെന്തായാലും നിന്നെ ഒരുപാട് നിരാശപ്പെടുത്തിയിട്ടുണ്ടാവും. അതിന് കാരണം നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന്റെ അവസാനം അത് കിട്ടാതെ പോയതുകൊണ്ട്. അങ്ങനെ ആ സംഭവം കൊണ്ടാണ് ഞാനും ഇന്നും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തന്നെ തോന്നിയത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും ചിനാച്ചു ഇങ്ങനെ അത്ഭുതത്തോടെ അവനിങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ചിനാച്ചു ഞാനത് മറന്നുപോയിരുന്നു. അപ്പത്തേനും അവിടെ സെക്യൂരിറ്റി വരുവാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ പോകാൻ സമയമായി. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ക്ലീൻ ചെയ്തിട്ട് വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് എണീക്കുവാണ്. ടൈക്ക് ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. പെട്ടെന്ന് അവളെ കണ്ടപ്പോ അവള് കരയുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ അവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനും ഒരു ബാസ്കറ്റ് ബോൾ അവിടുന്ന് വീണ് തെറിച്ചു പോവാണ്. അപ്പൊ രണ്ടുപേരും ഓടിപ്പോയി അറ്റ് എ ടൈം ആ ബോൾ പിടിക്കുവാണ്. അങ്ങനെ അവള് താങ്ക്സ് പറഞ്ഞിട്ട് എഴുന്നേക്കുവാണ്. അപ്പൊ അവന്റെ കൈ അവളുടെ കയ്യിൽ ടച്ച് ആയിട്ടുണ്ടാവും. അപ്പൊ അവൻ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് അവളുടെ കൈ അന്നത്തേനും കഴിഞ്ഞും ചൂടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവന്റെ പ്രാക്ടീസിന് പോകാൻ എല്ലാം റെഡിയാക്കിയിട്ട് ഫുഡ് എടുക്കാൻ കിച്ചണിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ നോക്കുമ്പോ ഒരു മാഗസീനില് മുഴുവൻ ചിനാറ്റ്സുന്റെ ഫോട്ടോസ് ആയിരിക്കും. അപ്പൊ അവൻ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. അപ്പൊ അവന്റെ അമ്മ നിനക്ക് ചിനാറ്റ്സുന്ന് അറിയോ? പെട്ടെന്ന് ഇല്ലാന്ന് പറയുവാണ് അവൻ. അപ്പൊ അവന്റെ അമ്മ ശരിക്കും ഞാനും ചിനാറ്റ്സുന്റെ അമ്മയും ഞങ്ങളുടെ സ്കൂൾ ടൈമില് ഞങ്ങള് ബാസ്കറ്റ് ബോൾ ടീമിൽ ഒരു ടീമായിരുന്നു. അത് കേൾക്കുമ്പോ പിന്നെ അവൻ ഷോക്ക് ആവുകയാണ്. എന്നിട്ട് അവന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാനും അവരുടെ ഫാമിലി ആയിട്ട് കുറെ കാലമായി ടച്ച് വിട്ടിട്ട്. പക്ഷെ ചിനാറ്റ്സ് നല്ലൊരു പ്ലെയർ ആണ്. കഷ്ടം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ഇവിടുന്ന് പോവുകയാണ് അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട്. അത് കേൾക്കുമ്പോഴത്തേനും അവന് ഷോക്കും സങ്കടം ഒക്കെ ആവുകയാണ്. അപ്പോഴാണ് ചിനാറ്റ്സു അവളുടെ കോച്ചിന്റെ അടുത്ത് സംസാരിച്ചത് ഓർമ്മ വരുന്നുണ്ടാവുക. ചിലപ്പോ അവൾ ആ കോച്ചിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരിക്കും. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് ചിനാറ്റ്സുന്റെ അടുത്തേക്ക്. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ പറഞ്ഞോണ്ട് വരുവാണ് എന്ത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നോ? അതൊരിക്കലും നടക്കരുത്. അവൾക്ക് എന്തായാലും അതിന് ഓക്കെ ആയിരിക്കില്ല. എല്ലാ ദിവസവും അവളാണ് ഫസ്റ്റ് ജിമ്മിൽ എത്തുന്നത്. ആരെ കഴിഞ്ഞ് അവള് നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവള് ലോവസ്റ്റ് ആയി ഫീൽ ചെയ്താൽ പോലും അവള് പ്രാക്ടീസിങ് നിർത്താറില്ല. അത് അവളുടെ പാഷനാണ്. അവൾ എന്തോ ഒരു എഫർട്ടാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അവളുടെ ലക്ഷ്യം അവളുടെ സ്വപ്നം എല്ലാം അതൊക്കെ വിട്ട് അവൾ ഇവിടുന്ന് പോവാനാണോ പോകുന്നേ? അങ്ങനെ ആ ജിമ്മിന്റെ ഉള്ളിലേക്ക് അവൻ വരുവാണ്. അവൻ ചിനാറ്റ്സുവിനെ കണ്ട് കിതച്ചോണ്ട് നിൽക്കുവാണ് ഓടി വന്നതുകൊണ്ട്. എന്നിട്ട് ചിനാറ്റ്സു ടൈക്കി നീ ഓക്കെ ആണോ? അപ്പൊ അവൻ പ്ലീസ് ചിനാറ്റ്സു നീ എന്തായാലും നാഷണൽസിന് പോണം. നീയാണത് എന്നോട് പറഞ്ഞത്. നിന്റെ ഗോളിന് വേണ്ടി നീ എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. അഥവാ നീ തോറ്റാലും നീ മുമ്പോട്ട് തന്നെ പോണം. സോ പ്ലീസ് നീ വിട്ടുകൊടുക്കല്ലേ. നിന്റെ പാരന്റ്സിന് വർക്കിൽ ട്രാൻസ്ഫർ ആയത് നിന്റെ തെറ്റുകൊണ്ടല്ല. അങ്ങനെ അവൻ ആവേശം കയറി ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേനും ചിനാറ്റ്സു അവനോട് സോറി ഞാൻ വിദേശത്തേക്ക് പോകുന്നില്ല. പെട്ടെന്ന് അവൻ അവിടെ പ്ലിങ് ആവുകയാണ്. എന്നിട്ട് ചിനാറ്റ്സു സ്പെസിഫിക് ആയി പറഞ്ഞ എന്റെ ഫാമിലിയാണ് പോകുന്നേ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നേ. അപ്പൊ പിന്നെ അവന്റെ ഉള്ള കാറ്റ് മൊത്തം പോവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ പിന്നെ ഞാൻ വേർഡ്സ് ഛർദ്ദിച്ചു വെച്ചിരിക്കുകയാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് കാറുവാണ്. എന്നിട്ട് അവൻ അവിടുന്ന് എന്തായാലും നന്നായി എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോഴത്തേനും ചിനാറ്റ്സ് പറയാണ് എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു എന്റെ ഫാമിലിന്റെ അടുത്തുനിന്ന് ഞാൻ തനിച്ചാവുന്നത് കൊണ്ട്. പക്ഷെ നീ എന്നെ ഓർമ്മിപ്പിച്ചു ഞാൻ ജൂനിയർ ഹൈയിലേക്ക് ഗ്രാജുവേറ്റ് ആയ സമയത്ത് നടന്ന സംഭവങ്ങള്. എനിക്ക് ഇപ്പോഴും നാഷണൽസിൽ പോണം. എനിക്ക് ഒരിക്കലും ആ സ്വപ്നത്തെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അതിനെല്ലാത്തിനും കാരണം നീയാണ്. താങ്ക് യു ടാക്കി ഇനോമാറ്റ. അപ്പൊ അവൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. പെട്ടെന്ന് അവളുടെ ബാസ്കറ്റ് ബോൾ അവന്റെ അടുത്ത് എറിഞ്ഞിട്ട് നമുക്ക് 1-on-1 കളിച്ചാലോ? അപ്പൊ ടൈക്കി ഈ സമയം നമുക്ക് ബാഡ്മിന്റൺ ട്രൈ ചെയ്താലോ? അങ്ങനെ സൺഡേ മോർണിംഗ് ആവുകയാണ്. ടൈക്കിക്ക് കിളി പോയത് ഇനി തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. അവൻ ആ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുവാണ്. എന്നിട്ട് അവൻ ഇങ്ങനെ മനസ്സിൽ പറയുവാണ് എന്തായാലും ഇന്ന് സൺഡേ ആയത് നന്നായി. ഇത്രയും കാലത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ അവളെ കാണരുത് എന്ന് പറഞ്ഞിട്ട് അവൻ കിച്ചൺ ഡോർ തുറക്കുമ്പോഴത്തേനും ചിനാറ്റ്സു അവന്റെ വീട്ടിലെ കിച്ചണിൽ നിന്നിട്ട് മോർണിംഗ് എന്ന് പറയുവാണ്. അവൾ അവിടെ കാണുമ്പോഴത്തേനും അവന്റെ നല്ല ജീവനൊക്കെ പോവാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് കാറുവാണ്. എന്ത് ചിനാറ്റ്സു എന്റെ വീട്ടിലോ? അപ്പത്തേനും അവന്റെ അമ്മ അവിടെ വരുവാണ്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതാണ് ചിനാറ്റ്സു കാണോ. ഈ സ്പ്രിങ് തുടങ്ങുമ്പോ അവള് നമ്മുടെ വീട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ചിനാറ്റ്സുന്റെ അമ്മ അവിടെ നിന്നിട്ട് അവനോട് താങ്ക്സ് പറയുണ്ടാവും. അടുത്ത് ചിനാറ്റ്സു നിന്ന് താങ്ക്സ് പറയുണ്ടാവും. പക്ഷെ അവനൊന്നും തലേന്റെ ഉള്ളിൽ കയറുണ്ടാവില്ല. അവൻ ആകെ ഷോക്കിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് അവൻ അവിടെ കിടന്ന് കാറുവാണ്. ഇത് ശരിക്കും സത്യമാണോ എന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.